നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ വിഷമത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. മറ്റൊന്നുമല്ല, 2-3 ദിവസം മുന്നേ ദീപക് എന്നൊരു സഹോദരൻ ആത്മഹത്യ ചെയ്തത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. ഞാൻ ഇതൊന്നിവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടു, വാർത്തകൾ കണ്ടു, വളരെ വിഷമിച്ചു. ഞങ്ങളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെയാണ് എൻ്റെ വീട് കോഴിക്കോടാണ്, നാട് കോഴിക്കോട് നിന്ന് മാത്രമല്ല, ആ സഹോദരൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഗോവിന്ദപുരം എന്ന സ്ഥലത്ത് തന്നെയാണ്. അവിടെയുള്ള ജനങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, കുറച്ച് ആളുകൾ, നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന വീട്ടിലത്തെ ഇന്ന ആളാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി. 2 മാസം മുന്നേ കൂടി കോഴിക്കോട് ഗോവിന്ദപുരത്ത് പോയതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമില്ല, അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ആ പ്രദേശത്തില്ലാന്നും, സ്ത്രീകളോടൊക്കെ വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് എന്ത് സഹായം ചോദിച്ചാലും അയാൾക്ക് പറ്റുന്നതാണെങ്കിൽ അയാളത് ചെയ്തു കൊടുക്കും. അച്ഛനും അമ്മയൊക്കെ വളരെ നല്ല ആളുകളാണെന്ന് പറയുന്നു. ആ അച്ഛനും അമ്മയ്ക്കും അങ്ങേര് മാത്രമേ ഉള്ളൂ, അങ്ങേർക്ക് അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആലോചിച്ചിട്ട് അങ്ങേരും ഒരു എന്താ പറയുക, കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ആലോചിക്കണമായിരുന്നു. ഞാൻ പോയ എൻ്റെ അച്ഛനും ആരും ഇല്ലല്ലോ ഒന്ന്. അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തായാലും ആ സഹോദരന് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ആദരാഞ്ജലി അർപ്പിക്കട്ടെ. മാത്രമല്ല, സ്ത്രീകളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിൽ പ്രതികരിക്കുക. അതായത് ബസ്സിലൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊന്ന് ഷൗട്ട് ചെയ്താൽ അടുത്തുള്ളവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഞാനും ബസ്സിലൊക്കെ ദിവസം പോണ ആളാണ്. എനിക്കിങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പലപ്പോഴും പർപ്പസ്ലി അല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ട് കളയും. കാരണം നിങ്ങളത് അനുവദിച്ച് കൊടുക്കണമെന്നും മിണ്ടാതിരിക്കണമെന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ വിരോധിയേ അല്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ കളയാൻ മാത്രമുള്ള ഒരു അപരാധം നമ്മൾ ചെയ്താൽ ആ കുട്ടിക്കും മനസ്താപം ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ചിന്തിച്ച് കാര്യമില്ലല്ലോ. വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ലേഡിയെന്ന് പറയുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അഡ്വക്കേറ്റാണ്. നമുക്ക് കുറച്ച് ചിന്തിക്കാമായിരുന്നു. സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധത ഇല്ലേ? നമുക്കും സഹോദരങ്ങളും അച്ഛനും ഒക്കെ ഇല്ലേ? അതൊക്കെ ഒന്ന് ആലോചിക്കാം. കുറച്ചൊന്ന് ക്ഷമിക്കായിരുന്നു ആ കുട്ടിക്ക്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എങ്കിലും ഇനിയും ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക. എനിക്ക് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ സഹോദരൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നും ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.